കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇപ്പോൾ സീരിയലിലൊന്നും കാണാറില്ലല്ലോ എന്നുള്ളത്. പക്ഷെ ഞാൻ അപ്പുറത്ത് പാരലലി സിനിമ എന്ന് പറയുന്ന ഒരു ചെറിയ പരിപാടികളിൽ ചെയ്തു പോകുന്നുണ്ട്. എനിക്കൊരു നല്ലൊരു സിനിമ കിട്ടണം എന്നുള്ള രീതിയിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു നല്ല ക്യാരക്ടർ കിട്ടണം എന്നുള്ളതിന്. അപ്പം ഞാനീ പറഞ്ഞ ബിഗ് ബോസിൻ്റെ അതിലേക്ക് ഞാൻ തിരിച്ചു വരാം. അവിടുന്ന് ഒരു വിളി വരുന്നു, അതിൽ ഞാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സാധനം, എനിക്ക് എൻ്റെ ക്യാരക്ടറിൽ ഒരു വിശ്വാസമുണ്ട്. എനിക്കൊരിക്കലും വേറൊരുത്തനെ ചവിട്ടി താഴ്ത്തിയിട്ടിട്ട് മുകളിലേക്ക് കയറി പോകാൻ താല്പര്യമില്ല. പക്ഷെ എനിക്ക് എൻ്റെ ടാലൻറ്റിനെ ഞാൻ മുകളിൽ കാണിച്ചിട്ട് പോയിക്കോളാം. അപ്പോൾ എൻ്റെ ടാലൻറ്റിൽ എനിക്ക് വിശ്വാസമുണ്ട്. അവിടുത്തെ പല ടാസ്കുകളിലും എനിക്ക് വന്നൊരു അഭിപ്രായം അതായത്, നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനെ നിങ്ങൾ ഇങ്ങനെ ആക്കിയില്ല. അവിടെ പോലും അതിന് വേറൊരു വേർഷൻ ഉണ്ടായിരുന്നു, അത് ഇവർ കാണാത്തതാണ്. കാരണം 24/7 എന്ന് പറയുന്ന പരിപാടി അന്ന് ഉണ്ടായിരുന്നില്ല, ലൈവ് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ആൾക്കാർക്ക് അതെ ഒരു 1.5 സീസൺ 3 ഒരു 1.5 മണിക്കൂറിന്റെ ഒരു വേർഷൻ മാത്രമാണ് ആൾക്കാർ കാണുക. പിന്നെ കണ്ടിരുന്നത് ബിഗ് ബോസ് പ്ലസ് എന്ന് പറഞ്ഞൊരു സാധനം. അത് ഈ പറഞ്ഞ പോലെ ആഡ് ഓൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അതും എനിക്ക് തോന്നുന്നു ആഫ്റ്റർ 10:30 ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം എങ്കിൽ പോലും എൻ്റെ ടാലൻറ്റ്, പക്ഷെ അത് ആൾക്കാർക്ക് കുറേ കഴിഞ്ഞൊരു 40 എപ്പിസോഡോ 50 എപ്പിസോഡോ കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി, ഓക്കെ ഈ പുള്ളി ഇങ്ങനെയല്ല. അപ്പം എന്നെ ഏറ്റവും ആദ്യം എൻ്റെ ഹൗസ് മേറ്റ്സ് പോലും പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത്, ഒരിക്കലും ഒരു മനുഷ്യൻ ഇങ്ങനെ ആകാൻ പറ്റില്ല, അയാൾ അഭിനയിക്കുകയാണ് ക്യാമറ മുമ്പിൽ എന്ന് പറഞ്ഞത്. ഞാനിങ്ങനെയാണ്, ഞാനത് അഭിനയിക്കുന്നതല്ല. എനിക്ക് നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലത് എന്ന് പറയാനുള്ള ഇഷ്ടമുണ്ട്. മോശം കണ്ടു കഴിഞ്ഞാൽ മോശമാണെന്ന് പബ്ലിക്കായിട്ട് പറയാനുള്ള, അതൊരിക്കലും കയ്യടിക്ക് വേണ്ടി പറയണമല്ല, അതൊരിക്കലും വേറെ ഇതിന് അത് മോശമാണ്, അത് മോശമാണ്, അതിനെനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മോശത്തിന് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് മോശമാണ്, എൻ്റെ കണ്ണിൽ മോശമാണ്, വേറൊരാളുടെ കണ്ണിൽ ശരിയായിരിക്കും, അങ്ങനെ തന്നെ പറയാറ്. ഞാൻ ഓർത്ത് ലാലേട്ടൻ ഫസ്റ്റ് വീക്കിൽ വന്നിട്ട് ഒരു ഇൻസിഡൻറ്റിന് വേണ്ടിയിട്ട് എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അനൂപ് എന്തുകൊണ്ടാണെന്നും മറുപടിയൊന്നും പറയാത്തത്. അപ്പം ഞാൻ ഇതിന് പറഞ്ഞ മറുപടി, ലാലേട്ടൻ ഞാൻ ഈ സാധനം നേരിട്ട് കണ്ടിട്ടില്ല, ഇത് ഞാൻ കേട്ടതാണ്. കേട്ടിട്ടുള്ളൊരു പരിപാടിനെ പറ്റിയിട്ട് ഞാൻ വെറുതെ എനിക്ക് അറിയാത്തൊരു അഭിപ്രായം പറഞ്ഞിട്ട് ഒരു ക്യാമറ സ്പേസ് ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. എക്സാക്ട്ലി സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ പോലും ഇതായിരുന്നു അതിൻ്റെ മീനിങ്. വേറെ ആൾ എന്നെപ്പറ്റി എന്ത് മോശം വിചാരിച്ചു കഴിഞ്ഞാലും ഞാനതല്ല ചെയ്തത് എന്നുള്ള ഉത്തരവാദിത്വം, അതല്ല ചെയ്തത് എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ടെങ്കിൽ ഞാനെന്തിനാ അയാളെ തിരുത്താൻ പോകണം? അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എത്ര ആൾക്കാരെ എത്ര സമയം തിരുത്തും? എനിക്ക് എൻ്റെ സംസാരത്തിൽ, എൻ്റെ വാക്കുകളിൽ, എൻ്റെ പ്രവൃത്തികളിൽ, എൻ്റെ ചെയ്തികളിലെല്ലാം എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ അയാളെ തിരുത്തേണ്ട ആവശ്യമില്ല. നാളെ അയാൾക്ക് തന്നെ ബോധ്യപ്പെടും, അവൻ അതല്ല ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, അവനത് ചെയ്തിട്ടില്ല, അയാൾ സ്വയം തിരുത്തിക്കോട്ടെ, നമ്മളായിട്ട് പോയി തിരുത്തേണ്ട ഒരു കാര്യമില്ല.